ജയേട്ടാ, നീ വന്നായിരുന്നോ? മോൻ എന്തോ നമ്മളോട് സംസാരിക്കാനുണ്ടെന്ന്. എനിക്കും നിന്നോട് ചിലത് പറയാനുണ്ട്. അച്ഛൻ എന്താ പറയാനുള്ളത്? വേറൊന്നുമല്ല, ഞാനും അജയനും ഒക്കെ ജനിച്ച് ഇന്ന് ഈ നാൾ വരെ അച്ഛന് ഇത്രയും പിരിമുറുക്കം ഉണ്ടായിട്ടില്ല. അച്ഛൻ ആരോട് ഇത്രയും മുഖം കറുത്ത് സംസാരിച്ചിട്ടില്ല. നിന്നേക്കാൾ 1000 മടങ്ങ് തെറ്റ് ചെയ്യുന്നവൻ അഭി. പക്ഷേ തുടക്കത്തിലെ അച്ഛൻ അവനെ എഴുതി തള്ളിയതാ. അതുകൊണ്ട് അവന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന എല്ലാ തെറ്റുകളും അതിന്റേതായ ലാഘവത്തോടെ മാത്രമേ അച്ഛൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ നിന്റെ അനിയുടെയും കാര്യം അങ്ങനെയല്ല. അനിയുടെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായാൽ പോലും അച്ഛൻ അത് സഹിക്കാൻ പറ്റും. എന്നാ മറ്റെല്ലാവരെക്കാളും യോഗ്യനായി കണ്ടിട്ട് നിന്നെ കുടുംബവും ജ്വല്ലറിയും ഒരുപോലെ ഏൽപ്പിച്ച ആളാ നിന്റെ മുത്തച്ഛൻ. അത് നീ മറക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ അച്ഛൻ ഇവന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലല്ലേ പലതും പറഞ്ഞത്. അത് അധികമാണെന്ന് എനിക്ക് തോന്നിയില്ല ദേവേനി. അതെ, അത് അധികമല്ല. പക്ഷേ മുത്തച്ഛന്റെ വാക്കുകൾ അച്ഛനെ ഇളയച്ചനെയൊക്കെ വേദനിപ്പിച്ചതിന്റെ 1000 മടങ്ങ് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ MD സ്ഥാനത്ത് ഇരിക്കാൻ അർഹനല്ലെന്ന് പറഞ്ഞപ്പോ ആ സ്ഥാനം രാജിവെക്കുവാണെന്ന് നീ പറഞ്ഞില്ലേ മോനെ? അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലമ്മേ. ഞാനിവിടെ ഉള്ളത് മുത്തച്ഛനൊരു ശ്വാസമുട്ടലായിരിക്കും എന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ആരും പറയുന്നു വേണ്ട. പക്ഷേ ആത്മാഭിമാനത്തിന് ക്ഷതം പറ്റി കഴിഞ്ഞാൽ അതിന് പരിഹാരം കണ്ടേ പറ്റൂ. അല്ലെങ്കിൽ ഞാനും അഭിയൊക്കെ ഒരുപോലെ ആയി പോകും. അച്ഛനും ഇളയച്ചനും ഒക്കെ എന്നോട് നല്ല അമർഷമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കണമേ. അതുകൊണ്ട് നാളെ രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് പുറപ്പെടും. എവിടേക്ക്? ഞാൻ മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുക. ഇനിയും ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല. നീ എന്തൊക്കെയാ മോനെ പറയുന്നത്? നിന്റെ ഭാഗത്ത് തെറ്റ് മനസ്സിലാക്കി നീ MD സ്ഥാനം രാജിവെച്ചു. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ആരും പറയണ്ടച്ച. എനിക്കിനി ഇവിടെ തുടരാൻ പറ്റില്ല. മോനെ, മുത്തശ്ശൻ വിഷമം കൊണ്ടല്ലേ ഓരോന്ന് പറഞ്ഞത്. വിഷമം കൊണ്ട് മുത്തശ്ശൻ പറഞ്ഞ വാക്കുകളൊക്കെ എന്നെ വല്ലാതെ തകർത്ത് കളഞ്ഞമ്മേ. ഞാനിപ്പോ ഇങ്ങനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എനിക്ക് പിന്നെ സമാധാനം കിട്ടില്ല. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി തീരൂ. എന്ത് പരിഹാരം? അതൊക്കെ ഞാൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഞാൻ ഇവിടെ ഇറങ്ങും. ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോ നീ അമ്മയെ കുറിച്ച് ഓർത്തോ? നയനമോളെ കുറിച്ച് ഓർത്തോ? നയനയോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടാ വന്നത്. എന്നിട്ട് അവളത് പൂർണ്ണ മനസ്സോട് സമ്മതിച്ചോ? സമ്മതിപ്പിച്ചു. ഇനി അമ്മയായിട്ട് തീർക്കരുത്. മോനെ, നയനമോളെ ഒപ്പം കൂട്ടിയാണ് നീ പോവാൻ പോകുന്നത്? അല്ല, അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് എനിക്കറിയാം. അവൾ എനിക്കൊപ്പം വരണമെന്ന് കരഞ്ഞുകൊണ്ടാ പറഞ്ഞത്. പക്ഷേ തൽക്കാലം ഞാൻ ആരെയും കൂടെ കൊണ്ടുപോകുന്നില്ല. ഞാനിവിടെ അടുത്ത് തന്നെ കാണും. എപ്പോ വേണമെങ്കിലും അമ്മയ്ക്കും അച്ഛനും എന്നെ ഒന്ന് കാണാം. പക്ഷേ എന്റെ ആത്മാഭിമാനം വ്രണപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇവിടെ തുടരില്ല. അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്കുണ്ടായി ഈ അപമാനത്തിൽ നിന്ന് എനിക്ക് കരകയറിയേ പറ്റൂ. അതിന് തൽക്കാലം ഇവിടുന്ന് പോകാതെ നിവൃത്തിയില്ല. എന്താ ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ എന്തു പറയാനാ? അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. പിന്നെ എന്തിനാ അവനെ വിമർശിച്ചത്? അച്ഛൻ പറഞ്ഞത് 100% ശരിയാണെന്ന് എന്തിനാ പറഞ്ഞ? അച്ഛൻ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ. എന്റെ മോൻ വീട് വിട്ടു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അച്ഛനോട് ചേട്ടനൊന്ന് സംസാരിക്കും. പറഞ്ഞൊന്ന് തിരിച്ചെടുക്കാൻ പറ. അങ്ങനെ എനിക്കൊരിക്കലും അച്ഛന്റെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല. അച്ഛൻ കാരണമില്ലാതെ ആരെയും ശാസിക്കില്ല, ആരെയും കുറ്റപ്പെടുത്തില്ല. ഇപ്പോഴത്തെ ഈ സംഭവങ്ങളൊക്കെ ഇനി അച്ഛനെ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. അച്ഛൻ ചിലപ്പോ ഹോസ്പിറ്റലിൽ പോലും ആകാനുള്ള സാധ്യതയുണ്ട്. എന്റെ മോൻ വീട് വിട്ടു പോയ എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. അത് മാത്രമാണോ? നയനയുടെ വയറ്റിലൊരു കുഞ്ഞില്ലേ? ആ സമയത്ത് അവൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ? തെറ്റുകളുടെ ഒരു കൂമ്പാരമുണ്ട് അവയുടെ തലയില്. ജോലിക്കാരനെ പോലെയാണെങ്കിലും അവൻ എപ്പോഴും ഇവിടെ കഴിയുന്നില്ല. എന്നിട്ട് ആദർശിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായപ്പോ അവൻ ഇങ്ങനെ നിഷ്കരണം പുറന്തള്ളുന്നത് നല്ലൊരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ചേട്ടാ. അതിനെ അച്ഛൻ പറഞ്ഞില്ലല്ലോ അവനോട് ഇറങ്ങിപ്പോവാൻ. പറഞ്ഞില്ല. പക്ഷെ അങ്ങനെ പോകുന്ന രീതിയിലല്ലേ അച്ഛൻ സംസാരിച്ചത്. നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ നമ്മളെ തള്ളി പറയുമ്പോ അത് ആർക്കും സഹിക്കാൻ പറ്റില്ല. നീ ഇങ്ങനെ കരയല്ലേ. ഞാൻ എന്നേക്കുമായിട്ട് വീട് വിട്ടു പോവല്ല. ആദർശനുള്ളടുത്ത് ഞാനും വേണ്ട ആദർശേട്ട. അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ. എന്നിട്ടും നിനക്ക് എന്താ മനസ്സിലാവാത്തത്? ഇനി ഈ സമയത്ത് നിന്നെ കൊണ്ടുപോകാൻ അമ്മ സമ്മതിക്കോ? അല്ലെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, 7-ാം മാസം ആകുമ്പോഴത്തേക്കും നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കണമെന്ന്. അങ്ങനെ വീട്ടിലേക്ക് വിടത്തില്ലെന്നാ അമ്മ പറഞ്ഞത്. 7-ാം മാസത്തിലെ ചടങ്ങൊക്കെ നടത്തും. എന്നിട്ട് ഇങ്ങ് വിളിച്ചോണ്ട് വരുമെന്ന് എത്ര തവണ ആദർശേട്ടനോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള അമ്മയ്ക്കൊപ്പം നീ നിൽക്കണം. നീ എനിക്കൊപ്പം വന്നു കഴിഞ്ഞാൽ ചന്തുമോക്ക് വിഷമാവില്ലേ? ഞാൻ ദൂരേക്കൊന്നുമല്ലല്ലോ പോകുന്നത്, നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്കല്ലേ മാറുന്നത്. ഇനി എപ്പോ വേണമെങ്കിലും നിനക്ക് അങ്ങോട്ട് വരാം, നമുക്ക് കാണാം. പക്ഷെ ഞാൻ ഈ വീടിന്റെ പടി ചവിട്ടുന്നത് തല ഉയർത്തി തന്നെ ആയിരിക്കും. അല്ലാതെ ഒരിക്കലും ഞാൻ മുത്തശ്ശന്റെ മുന്നിലേക്ക് വരില്ല. ആദർശേട്ടാ, MD സ്ഥാനം ആദർശേട്ട രാജിവെച്ചല്ലോ. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് പൊരുതിക്കൂടെ? അത് പറ്റില്ല. ഈ വീട്ടിനകത്ത് പോലും ശത്രുക്കളുണ്ട്. ഞാൻ അഭയുടെ അപ്പച്ചയുടെയും നവ്യയുടെയും കാര്യം പറഞ്ഞത്. നവ്യ ഇപ്പൊ ഏം ജ്വല്ലറിയുടെ മോഡല്. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അവൾ ചോർത്തി കൊടുക്കും. അവൾക്കിപ്പോ കൂടെ നമ്മളോടല്ല, അവരോട്. എന്റെ ചേച്ചിയാണെങ്കിലും എനിക്ക് നവ്യച്ചോട് സത്യം പറഞ്ഞ വെറുപ്പ് തോന്നാ. അവളെ വെറുത്തിട്ടൊന്നും കാര്യമില്ല. അവളുടെ ഭാഗത്ത് ന്യായമുണ്ട്. അഭയെ തുറന്നു കേട്ടാൽ നമുക്ക് പറ്റാത്തടത്തോളം കാലം അവൾ അവളുടെ വഴിക്ക് തന്നെ സഞ്ചരിക്കും. ഇനിയിപ്പോ അഭി തെറ്റുകാരനാണെന്ന് അറിയിച്ചിട്ട് എന്താ കാര്യം? 2 വർഷത്തെ എഗ്രിമെന്റ് അവൾ ഏം ജ്വല്ലറിയായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അതിന് വൈലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നീ ഉറങ്ങിക്കോ, കിടക്ക. എനിക്കൊന്നും ഉറക്കം വരില്ല. ഉറങ്ങിയോ പെട്ടെന്ന് നേരം വെളുക്കും. പിന്നെ ആദർശേട്ടങ്ങ് പോവല്ലോ. നീ എന്തൊരു തന്റെയോടുള്ള പെൺകുട്ടിയായിരുന്നു. ഇപ്പൊ അതൊക്കെ എവിടെ പോയി? ആദർശേട്ടനായിട്ട് വഴക്കിട്ടിരുന്ന കാലത്താ എനിക്ക് തന്റെയോടൊക്കെ ഉണ്ടായിരുന്നു. ആദർശേട്ടനെ സ്നേഹിച്ചു തുടങ്ങിയതോടെ എന്റെ സ്വഭാവമൊക്കെ ഒരു പരിധിവരെ ഇല്ലാതായെന്ന് വേണം പറയാൻ. അതൊന്നും പാടില്ല. നീ കുറച്ചുകൂടി ബോൾഡ് ആവണം. അത് ഈ വീട്ടിനകത്ത് അത്യാവശ്യം. മോളെ, അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ മോള്. ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ പറഞ്ഞു നോക്കിയമ്മ. പക്ഷെ ആദർശേട്ടൻ ഒരു മാറ്റമില്ല. പോകുമെന്ന് തന്നെ പറഞ്ഞു നിൽക്കുക. മോള് അതെങ്ങനെ സഹിക്കും മോളെ? ആദർശേട്ടൻ പോരുതെന്ന് മുത്തശ്ശനോടൊന്ന് തറപ്പിച്ച് പറഞ്ഞ ആദർശേട്ടൻ ചിലപ്പോ തീരുമാനം മാറ്റാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അച്ഛന്റെ സ്വഭാവം അമ്മയ്ക്ക് പിടികിട്ടുന്നില്ല മോളെ. അച്ഛന് ബിസിനസ് തകരുന്നത് വലിയ ഷോക്കാ. എങ്കിലും ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുടുംബം തകരണമെന്ന് ഒരിക്കലും ചിന്തിക്കില്ല മോളെ. പ്രത്യേകിച്ചും ആദർശ് വീട് വിട്ടു പോണോന്ന് പറയുമ്പോൾ
അതിനെ ശക്തമായിട്ട് എതിർക്കേണ്ടതാ. മുത്തശ്ശൻ പറഞ്ഞിട്ടില്ലല്ലോ ആദർശ് എന്നോട് ഇവിടെ നിന്ന് പോണോന്ന്. പറഞ്ഞില്ലെങ്കിലും അവനങ്ങനെ പോകാൻ ഭാഗത്തുള്ള സംസാരമല്ലേ അച്ഛന്റെ ഭാഗത്തുനിന്ന് വന്നത്. അത് ആദർശേട്ടനും പറയുന്നുണ്ട്. ഇനി ഈ പ്രായത്തില് അച്ഛൻ വീണ്ടും കമ്പനിയുടെ ചുമതല ഏറ്റെടുക്കുമെന്നറിയില്ല. അങ്ങനെയെങ്കിൽ ഇത്രയും നാളും കമ്പനി നോക്കിയ പരിചയം ആദർശനുണ്ടല്ലോ. അപ്പോ അച്ഛന്റെ സഹായിയെങ്കിലും ആകാലോ അവന്. ഇനിയിപ്പോ അതേ പറ്റൊന്നും പറയണ്ട അമ്മ. മുത്തശ്ശന്റെ ഇന്നവരെയുള്ള ജീവിതത്തിൽ ഇതുവരെയും മൂർത്തി ജ്വല്ലറി താഴേക്ക് പോയിട്ടില്ല. ഇപ്പോഴാണ് അത് സംഭവിച്ചത്. അതിന്റെ ആഘാതത്തിലായിരിക്കും മുത്തശ്ശന്റെ സ്വഭാവം ഇങ്ങനെ മാറിയത്. ആദർശ് യാത്ര പറഞ്ഞു പോകുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല മോളെ. എങ്ങനെയെങ്കിലും മോക്ക് അവന്റെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഞാൻ പരമാവധി നോക്കിയതാ, പക്ഷെ കഴിയുന്നില്ല. അഭിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞാണല്ലോ. അനന്തപുരി തറവാട്ടിൽ നടക്കുന്ന എല്ലാ വിഷയങ്ങളും ഞാൻ നേരത്തെ അറിയുന്നു. പ്രത്യേകിച്ച് എന്റെ മോനായതുകൊണ്ട് അഭിയുടെ കാര്യം. അവിടെ പക്ഷേ നിന്റെ അഭിനയം തകർത്തു മോളെ. അമ്മയുടെ മുന്നിലും അഭിയുടെ മുന്നിലും ഞാൻ കൃത്യമായ മീറ്ററിലാണ് സംസാരിച്ചത്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പിന്നെ ഈ ഡേവിഡുമായിട്ട് അഭിയേട്ടന് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. ഇനി അവരെ തമ്മിലൊന്ന് കൂട്ടിമുട്ടിക്കണ്ടേ? വേണം. അതിനു മുമ്പ് തന്നെ അവന്റെ ഭാര്യ ഡേവിഡുമായി പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. അവര് വലിയ മോഡലാണെന്ന വിചാരം. ഭയങ്കര സുന്ദരിയാണെന്ന് പറഞ്ഞ നടപ്പ്. കള്ളം പറഞ്ഞ അഭിയേട്ടന്റെ ജീവിതത്തിലേക്ക് വന്നത്. അവിടെ അഭിയും കൈവിട്ട ഒരു കളി കളിച്ചു. അല്ലെങ്കിൽ അവളിന്ന് ആദർശന്റെ തലയിരുന്നേനെ. ഇപ്പോ ആ തറവാട്ടിലുള്ളവരെ എല്ലാം കയ്യിലിട്ട് കറക്കുന്ന നയന എന്ന് പറയുന്നവള് അവിടെ ഒരു മരുമകളായി വരത്തില്ലായി. ഇനി അതേപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അച്ഛാ. അഭിയും നബിയും ഒന്നിച്ചു പോകുന്നതിനോട് മോക്ക് യോജിപ്പ് ഒരിക്കലുമില്ല. അവളെ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണം. അതിന്റെ മുന്നോടിയായിട്ടാണ് അവളെ 2 വർഷത്തെ കരാറിൽ എന്റെ കമ്പനി സൈൻ ചെയ്യിച്ചത്. അവളെ പല പോലെ വളർത്തിയിട്ടായിരിക്കും താഴെയിടാൻ പോകുന്നത്. അതുവരെ അവള് പടർന്ന് പന്തലിക്കട്ടെ. മുത്തശ്ശിനെക്കാളും മുകളിലോട്ട് പോയിക്കൊണ്ടിരുന്ന ആദർശേട്ടനെ നിഷ്പ്രയാസമാ അച്ഛനൊന്നും അല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ എന്റെ അമ്മയും അഭിയൊക്കെ ഭയക്കുന്ന എല്ലാവരെയും അച്ഛൻ കൈകാര്യം ചെയ്യുന്ന കാര്യം എനിക്ക് ഉറപ്പാ. പക്ഷേ മോള് ശ്രദ്ധിച്ചു, ഒരിക്കലും അച്ഛനാണ് ഇതിന്റെ പിന്നിലെന്ന് ആരും അറിയാൻ. അഭി ഒന്നുമല്ലാതെ മൂർത്തീസ് ജുവലറി നിന്ന് പുറത്താക്കപ്പെട്ടു. ഇനിയിപ്പോ ആദർശം അവിടുന്ന്. ഇനി മൂർത്തീസ് ജുവലറിക്ക് മുകളിൽ ജുവലറി വളരുമ്പോ അതിന്റെ തലപ്പത്ത് അഭി ഉണ്ടാകണം. എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാ മോളെ ഞാൻ വന്നത്. പക്ഷെ മോൾക്കായിരിക്കും എന്റെ സ്വത്തിന്റെ എല്ലാ നിയന്ത്രണം. എനിക്കൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല അച്ഛാ. എന്നെ സ്നേഹിക്കുന്ന എന്റെ അച്ഛനെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റിയാ മതി. കമാ നീ ഇന്നത്തെ പത്രം വായിച്ചായിരുന്നോ? ഇല്ല, അതിനൊന്നിനുള്ള മൂഡില്ലായിരുന്നു. അച്ഛനും അച്ഛനൊക്കെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. നമ്മളോട് മറ്റുള്ളവർക്ക് എത്രമാത്രം ശത്രുതയുണ്ടെന്ന് മനസ്സിലായത് ഒരു തകർച്ച ഉണ്ടായപ്പോൾ. ഇതുപോലുള്ള ഡീല് കമ്പനികൾക്ക് നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ഷെയർ ഇടിയുന്നതൊക്കെ സർവ്വസാധാരണ. പക്ഷേ അതൊന്നും ഇത്ര വലിയ ന്യൂസ് ആവാറില്ല. ബിസിനസ് പേജിൽ മാത്രമേ അത് വരാറുള്ളൂ. ഇവിടെ ഫ്രണ്ട് പേജില് പല പത്രങ്ങളിലും കൊടുത്തിട്ടുണ്ട് മൂർത്തീസ് ജ്വല്ലറി ഇടിവിലേക്കെന്ന്. മുത്തശ്ശൻ പത്രം നോക്കിയായിരുന്നോ? കണ്ടില്ല. മുത്തശ്ശൻ പത്രവും ടി വി ഒന്നും കാണില്ല. ഇതൊന്നും മുത്തശ്ശന് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. അതിനെ നിന്നോട് ഞാൻ ഇന്നലെ എന്നെ വിശദമായിട്ട് പറഞ്ഞതല്ലേ. എന്നിട്ടും ഞാൻ പുറപ്പെടാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ കരയല്ലേ. മൂർത്തീസ് ജ്വല്ലറി പൊളിക്കാനും അനന്തപുരി തറവാടിനെ തകർക്കാൻ ശ്രമിക്കുന്ന മുത്തശ്ശൻ പറഞ്ഞ ആ ശത്രു ഉണ്ടല്ലോ, ഇപ്പോഴും നമുക്കൊക്കെ അജ്ഞാതമായിരിക്കുന്ന ആ ശത്രു, അത് ആരായാലും അവൻ സന്തോഷിക്കണം. മൂർത്തീസ് ജ്വല്ലറി മാത്രമല്ല, കുടുംബവും തകർന്നു. അനന്തമൂർത്തിയുടെ വിശ്വസ്തനായ കൊച്ചുമകൻ പടിയിറങ്ങിപ്പോയി. ഇതൊക്കെ എതിരാളിയെ കൂടുതൽ സന്തോഷിപ്പിക്കും. അതിലൂടെ മാത്രമേ മറന്നിരിക്കുന്ന ശത്രുവിനെ പുറത്തു കൊണ്ടുവരാൻ പറ്റൂ. എത്ര നാളിങ്ങനെ ആദർശമായിട്ട് മാറി നിൽക്കും? ഞാൻ മനസ്സിലുറപ്പിച്ചൊരു തീരുമാനമുണ്ട്, അത് നടക്കുന്നത് വരെ. ഇത്തവണ ബോംബെയിൽ നിന്ന് തിരിച്ചു വന്നപ്പോ എന്താ സംഭവിച്ചെന്ന് നിനക്കറിയാലോ. മുത്തശ്ശൻ പറഞ്ഞ വാക്കുകൾ എന്റെ ഹൃദയത്തിലാ കൊണ്ടത്. ഇനി ഞാൻ വരുമ്പോഴേ മുത്തശ്ശൻ എന്നെ അഭിനന്ദിക്കണം. മുത്തശ്ശൻ അമിതമായി വിശ്വസിച്ച് അദ്ദേഹത്തിന്റെ കൊച്ചുമോൻ പരാജയപ്പെട്ടിട്ടില്ല. അവന് മൂർത്തീസ് ജ്വല്ലറിയും കുടുംബവും നയിക്കാൻ പ്രാപ്തിയുണ്ടെന്ന് ബോധ്യപ്പെടണം. അതിനുവേണ്ടിയാ ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. എല്ലാം നല്ലതിനു വേണ്ടിയിട്ട്. ആ നേരത്തെ നീ ഒരു കാരണവശാലും എന്നെ തടസ്സപ്പെടുത്തരുത്. എന്റെ യാത്രയെ തടസ്സപ്പെടുത്തരുത്. സന്തോഷത്തോടെ എന്നെ യാത്രയാക്കണം. അതിനെനിക്ക് പറ്റുമോ ആദർശേട്ടാ? തെറ്റുകൾ മാത്രം ചെയ്തിട്ടും ആദർശേട്ടൻ വീട് വിട്ടു പോകുമ്പോ ചിരിക്കുന്ന ചിലരുണ്ട് ഈ വീടിനകത്ത്. അവരൊക്കെ പുറമെ സങ്കടം നടിച്ചാലും ഉള്ളിൽ എന്താന്ന് എനിക്കറിയാം. ചിലപ്പോ നവ്യച്ചോട് ഇവിടെയുള്ളവർ സത്യം പറഞ്ഞു എന്നും വരും. അതൊരിക്കലും പാടില്ല. ഞാൻ പോകുന്നതിന്റെ ഒരു സങ്കടം ഇവിടെ പലർക്കും ഉണ്ട്. അതിന്റെ ഒപ്പം നിന്റെ ചേച്ചി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും കൂടെ ഇവിടെ ഉള്ളവർക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. എല്ലാത്തിനും ഒരു സമയമുണ്ട്. നീ ഇന്ന് കരയുന്നതിന്റെ 4 ഇരട്ടി സന്തോഷിക്കുന്ന ഒരു ദിവസം വരും. ഇപ്പൊ നിനക്ക് വേണ്ടത് പൂർണ്ണമായ വിശ്രമവും നല്ല ഭക്ഷണമൊക്കെ. ഞാൻ പോകുന്ന തിരക്കിലേക്ക് ഇടയ്ക്ക് മുത്തശ്ശി നമ്മുടെ കുടുംബ ജോത്സ്യരെ കണ്ടപ്പോ പറഞ്ഞായിരുന്നു എനിക്ക് ആദ്യത്തെ ദശയാണെന്ന്. ആദ്യത്തിൽ അലച്ചിൽ ഒരുപാടായിരിക്കും. അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് AC റൂമിലിരിക്കുന്ന ഞാൻ ഇങ്ങനെ അലയുന്നതെന്ന്. പക്ഷെ ആ സമയമായി. ഇനി അത് സംഭവിച്ചേ പറ്റും. ഇത് എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് നയനെ. അത് അങ്ങനെ അങ്ങ് തീരട്ടെ. നയനെ, നീ എവിടേക്ക് പോവാ? എനിക്ക് അമ്മയൊന്ന്